ഇന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പ്രത്യേക സ്വഭാവം, BJP മാറ്റി നിർത്തി കഴിഞ്ഞാൽ, ഒരു പരിധിവരെ കോൺഗ്രസിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, അത് പ്രാദേശികമായ വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. സമാജ്വാദി പാർട്ടി ഒരു UPയിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് അതിൻ്റെ പിൻബലത്തിൽ, അവിടുത്തെ ജനങ്ങളുടെ പിൻബലത്തിൽ അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന പാർട്ടിയായിട്ടാണ് നിൽക്കുന്നത്. RJD ആവട്ടെ ബീഹാറിൽ. പക്ഷേ ഇവർ തമ്മിൽ കോമൺ ആയിട്ടുള്ള ചില ചിന്തകളുണ്ട്. അത് സോഷ്യലിസ്റ്റ് ചിന്തകളാണ്. യഥാർത്ഥത്തിൽ ഈ കോമൺ ആയിട്ട് അവർക്ക് പൊതുവായിട്ടുള്ള അവരുടെ ചിന്തകളെ എടുത്തുകൊണ്ട് പരസ്പരം ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒരു സാധ്യമായ കാര്യമാണത്. ഇവർക്ക് ഒരു ഇന്ത്യ, ഒരു സോഷ്യലിസ്റ്റ് ഇന്ത്യ ആണല്ലോ. ഇന്ത്യ എന്ന് പറയുന്ന ദേശീയ ഒരു ഫ്രെയിം മൂല്യത്തിൽ തന്നെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. പ്രാദേശികമായിട്ടാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ പോലും അതൊരു ദേശീയമായിട്ടുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നതിന് പകരം ഒരു ഫെഡറൽ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഒരു സംഗതി രൂപീകരിക്കുന്നതാണ് നല്ലത്. എല്ലാ സ്റ്റേറ്റിലുമുള്ള സോഷ്യലിസ്റ്റുകളുടെ പിന്മുറക്കാരായിട്ടുള്ള പാർട്ടികൾ, അത് RJD ആവട്ടെ, JDU ആവട്ടെ, അല്ലെങ്കിൽ JDS ആവട്ടെ, സമാജ്വാദി പാർട്ടി ആവട്ടെ, അല്ലെങ്കിൽ നാഷണൽ ജനതാദൾ ആവട്ടെ, ഇങ്ങനെ പല പാർട്ടികൾ പല സ്റ്റേറ്റിലുണ്ട്. ഇവരെല്ലാം ചേർന്നിട്ടുള്ള ഒരു ഫെഡറേഷൻ, കോൺഫെഡറേഷൻ പോലെ ഒരു ഈ സംഘടന ഉണ്ടാക്കുകയാണ്. അടിയന്തരമായിട്ട് ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ അവർ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അങ്ങനൊരു സാധ്യതയുണ്ട്. കാരണം ഇപ്പം BJPയുടെ ഭരണം, മോഡിയുടെ ഹിന്ദുരാഷ്ട്രവാദികളുടെ വലിയൊരു ഭീഷണിയിൽ രാജ്യം ഞെരുങ്ങിപ്പോവുകയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അടിച്ചമർത്തപ്പെടുന്ന ആളുകൾ തമ്മിലുണ്ടാകേണ്ട ഒരു ഐക്യമുണ്ട്. അത് അവരുടെ പാർട്ടിയുടെ ലക്ഷ്യത്തിന് വേണ്ടിയല്ല, രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു ഡയലോഗ് നടക്കേണ്ടതുണ്ട്. നടക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.